അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ഇന്ന് സമർപ്പിക്കുന്നത്. അഥാ ദേവീ ഭാഗവതം തൃതീയ സ്കന്ധ 20ാധ്യായ. വ്യാസ ഉവാച ഇതി വാദിനി ഭൂപാലേ കേരളാധിപതൗ തദാ പ്രത്യുവാച മഹാഭാഗ യുധാജിദപി പാർത്ഥിവ നീതിരിയം മഹീപാല യദ്ബ്രവീതി ഭവാനിഹ സമാജേ പാർത്ഥിവാനാം വൈ സത്യവാഗ്വിജിതേന്ദ്രിയ യോഗ്യേഷു വർത്തമാനേഷു കന്യാരത്നം കുലോദ്വഹ അയോഗ്യോർഹതി ഭൂപാല ന്യായോയം തവ രോചതേ. ഭാഗം സിംഹസ്യ ഗോമായുർഭോക്തുമർഹതി വാ കഥം തഥാ സുദർശനോയം വൈ കന്യാരത്നം കിമർഹതി. ബലം വേദോ ഹി വിപ്രാണാം ഭൂഭുജാം ചാപജം ബലം കിമന്യായം മഹാരാജ ബ്രവീമ്യഹമിഹാധുധാ. ബലം ശുൽക്കം യഥാ രാജ്ഞാം വിവാഹേ പരികീർത്തിതം ബലവാനേവ ഗൃഹാതു നാബലസ്തു കദാചന.
തസ്മാൽ കന്യാം പണം കൃത്വാ നീതിരത്ര വിധീയതാം അന്യഥാ കലഹ കാമം ഭവിഷ്യതി മഹീഭുജാം. ഏവം വിവാദേ സംവൃത്തേ രാജ്ഞാം തത്ര പരസ്പരം ആഹുതസ്തു സഭാമധ്യേ സുബാഹുർനൃപസത്തമ. സമാഹൂയ നൃപാ സർവേ തമൂജുസ്തത്വദർശിന രാജന്നീതിസ്ത്വയാ കാര്യ വിവാഹേത്ര സമാഹിത. കിം തേ ചികീർഷിതം രാജൻ തദ്വദസ്വ സമാഹിത. പുത്ര്യാ പ്രദാനം കസ്മൈ തേ രോചത്തെ നൃപ ചേതസി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 10 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, കേരളാധിപതി രാജൻ ഈ വിധത്തിൽ പറഞ്ഞപ്പോൾ യുധാജിത്തു മഹാരാജാവേവം പറഞ്ഞു. രാജാക്കന്മാരിലോ ഭവാൻ ജിതേന്ദ്രിയൻ സത്യവാദി. രാജൻ അങ്ങു പറഞ്ഞതു നീതിയുമാണ്. യോഗ്യന്മാർ നിരവധിയുണ്ടെന്നിരിക്കെ അയോഗ്യനും കന്യകയെ വരിച്ചിടിൽ അതു നീതിയോ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സിംഹത്തിനുള്ള താം ഭാഗം കുറുക്കൻ തിന്നിടുകിലോ. എങ്ങനെ നാം സമ്മതിക്കും, എതിർക്കയില്ലേ. അതുപോലെയല്ലേ രാജൻ സുദർശനന്റെ കാര്യവും. അവനീ കന്യാരത്നത്തെ അർഹിക്കുന്നുണ്ടോ. അന്തണർക്കു വേദം ബലം, രാജാവിനു വസ്ത്രം ബലം. അന്യായമാണോ ഞാനിപ്പോൾ പറയുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവിൻ്റെ വിവാഹത്തിൽ കീർത്തിയേറും ശുൽക്കം തന്നെ
ബലവാൻ വരിച്ചിടട്ടെ, ദുർബലനല്ല. അതിനാൽ കന്യകയ്ക്കായി പന്തയം നിശ്ചയിക്കട്ടെ, അങ്ങിനെ നീതിയുണ്ടാകും, കലഹം തീരും. രാജാക്കന്മാർ ഈ വിധത്തിൽ പരസ്പരം സംസാരിക്കെ, രാജാവാം സുബാഹു അപ്പോൾ വിളിക്കപ്പെട്ടു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തത്വദർശികളോതി രാജാവേ, ഈ വിവാഹത്തിലോ അംഗീകൃത ശുൽക്കരീതി നടപ്പാക്കേണം. അങ്ങയുടെ ആഗ്രഹത്തെ ആലോചിച്ചു പറയുക, മകളെ ആർക്കേകണമെന്നാണ് ആഗ്രഹം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണീ ശരണം. കാളീ ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 266 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 20 അധ്യായത്തിൽ 1 മുതൽ 10 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കട്ടെ. മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി എറണാകുളം TDM ഹാളിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും കാലത്ത് ഗണപതി ഹവനത്തോടുകൂടി ആരംഭിച്ച് 6:30 സഹസ്രനാമ ജപത്തോടുകൂടി യജ്ഞം തുടങ്ങും. തുടർന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഓരോ ദിവസത്തെയും യജ്ഞം.
എറണാകുളത്തിന് അടുത്ത് ഉള്ള ആളുകൾ, എറണാകുളത്തുള്ള ആളുകളൊക്കെ ഇതിൽ ഒരു ദിവസമെങ്കിലും പങ്കുചേരാൻ പ്രത്യേകം എല്ലാവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 20-ാമത്തെ അധ്യായം വേദവ്യാസൻ പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കേരള രാജാവ് നീതിസത്തവനായിരിക്കുന്ന അദ്ദേഹം യുധാജിത്തിനോട് ഇത് ഇച്ഛാസ്വയംവരമാണെന്നും ഇവിടെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് യുധാജിത്ത് തിരിച്ചു പറയുന്നതാണ് നമുക്ക് ഇന്ന് ആദ്യം കേൾക്കാൻ സാധിക്കുക. വ്യാസ ഉവാച ഇതി വാദിനി ഭൂപാലേ കേരളാധിപതൗ തദാ പ്രത്യുവാച മഹാഭാഗ യുധാജിദപി പാർത്ഥിവാം. ഹേ മഹാഭാഗ, ജനമേജയന്റെ മുമ്പിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദവ്യാസം പറയുന്നു, കേരളാധിപതിയായിരിക്കുന്ന മഹാരാജാവ്, ആ ഭൂപാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പ്രത്യുവാച, തിരിച്ച് മറുപടി പറഞ്ഞു. ആര്? യുധാജിത്ത്. യുധാജിതപി, യുധാജിത്തും തിരിച്ച് മറുപടി പറഞ്ഞു. നീതിരിയം മഹീപാല യദ്ബ്രവീതി ഭവാനിഹാ സമാജേ പാർത്ഥിവാനാം വൈ സത്യവാഗ്ജിത് വിജിതേന്ദ്രിയ. ഇവിടെ അങ്ങ് ഇന്ദ്രിയ ജയം നേടിയിട്ടുള്ള ആളാണ്, സത്യവാദിയാണ്, ഒക്കെ ശരിയാണ്. രാജാക്കന്മാരിൽ ശ്രേഷ്ഠനാണ് അങ്ങ്. സമാജേ പാർത്ഥിവാനാം വൈ, ഈ രാജാക്കന്മാരുടെ സമാജത്തിൽ, അവരുടെ കൂട്ടത്തിൽ വെച്ച് ജിതേന്ദ്രിയനാണ്, സത്യവാദിയാണ് അങ്ങ്, ഒക്കെ ശരിയാണ്. നീതിരിയം മഹീപാല യദ്ബ്രവീതി ഭവാനിഹ, അങ്ങ് പറഞ്ഞത് നീതിയുമാണ്. പക്ഷേ യോഗ്യേഷു വർത്തമാനേഷു കന്യാരത്നം കുലോദ്വഹ അയോഗ്യോർഹതി ഭൂപാല ന്യായോയം തവ രോചത്തെ. ഹേ കുലശ്രേഷ്ഠനായിരിക്കുന്ന രാജാവേ, കുലോദ്വഹ, യോഗ്യേഷു വർത്തമാനേഷു, യോഗ്യന്മാരായ അനേകം രാജകുമാരന്മാർ ഉണ്ട് എന്നിരിക്കെ കന്യാരത്നം, ഈ കന്യാരത്നത്തെ, ഈ കന്യകാരത്നത്തെ അയോഗ്യൻ, അയോഗ്യോർഹതി ഭൂപാല, അയോഗ്യനായ ഒരാൾ കൊണ്ടുപോയാലോ ആ നിയമം ന്യായോയം തവരോചത്തെ, അത് അങ്ങക്കിഷ്ടാണോ? അത് ശരിയാണോ? അതാണോ നീതി? ഭാഗം സിംഹസ്യ ഗോമായുർ ഭോക്തുമർഹതി വാ കഥം, സിംഹത്തിനുള്ള ആ വിഹിതം, സിംഹത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ഭാഗം കുറുക്കൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സമ്മതിക്കുക? അതേപോലെയല്ലേ ഈ സുദർശനന്റെ കാര്യവും, അല്ലേ? ഈ കന്യാരത്നത്തെ അവൻ അർഹിക്കുന്നുണ്ടോ? രുക്മിണി സ്വയംവരം കഥ ഭാഗവതത്തിൽ പറയുമ്പോൾ അവിടെ സാക്ഷാൽ രുക്മിണി ദേവി ഭഗവാന് അയക്കുന്ന കത്തിൽ പറയുന്നുണ്ട്, സിംഹത്തിനുള്ളൊരു ബലിയാകുമി പേടമാനെ സ്പർശിച്ചിടല്ലേ ചൈദ്യപതി കുറുക്കൻ എന്ന്. അപ്പോൾ സിംഹത്തിനുള്ളതാണ്, അതിനെ ഒരു കുറുക്കം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതേപോലെയല്ലേ തഥാ സുദർശനോയം വൈ കന്യാരത്നം കിമഹൃതി. അപ്പൊ അതേപോലെ തന്നെയല്ലേ ഈ സുദർശനന്റെ കാര്യവും. അവൻ ഈ കന്യാരത്നത്തെ അർഹിക്കുന്നുണ്ടോ? അതങ്ങ് ആലോചിച്ചുവോ? ബലം വേദോഹി വിപ്രാണ, ബ്രാഹ്മണർക്ക് ബലം എന്ന് പറയുന്നത് വേദമാണ്. ഭൂഭുജാം ചാപജം ബലം. അതേപോലെ രാജാക്കന്മാർക്കോ അസ്ത്രത്തിലാണ് ബലം, ചാപജം അസ്ത്രം. കിമന്യായം മഹാരാജ, മഹാരാജാവേ ബ്രവീമ്യഹമിധ ഇഹാധുന, ഇപ്പോ ഞാൻ പറയുന്നത് അന്യായമാണോ? അത് അങ്ങ് പറയൂ. ബലം ശുൽക്കം യഥാരാജ്ഞാം വിവാഹേ പരികീർത്തിതം, രാജാക്കന്മാർക്ക് വിഹിതമായിട്ടുള്ള വിവാഹമായി പറഞ്ഞിട്ടുള്ളതാണ് ശുൽക്കം. ബലവാനേവ ഗൃഹാതു നാബലസ്തു കഥാചന, അതനുസരിച്ച് ബലമുള്ള ആള് കന്യകയെ സ്വീകരിക്കും, എന്നാൽ ഒരിക്കലും ദുർബലം കൊണ്ടുപോകരുത്. നാബലസ്തു കഥാചന തസ്മാൽ കന്യാം പണം കൃത്വ, അതുകൊണ്ട് കന്യകയ്ക്ക് വേണ്ടി പണം എന്ന സമ്പ്രദായം, പന്തയം നിശ്ചയിക്കട്ടെ. നീതിരത്ര വിധീയതാം, അങ്ങനെ ഇക്കാര്യത്തിൽ നമുക്ക് നീതി നടപ്പാക്കാം. അന്യഥ, മറിച്ചാണെങ്കിലോ കലഹ കാമം ഭവിഷ്യതി മഹീഭുജാം, രാജാക്കന്മാർ തമ്മിൽ
വെറുതെ കലഹിക്കേണ്ടി വരും. നമ്മൾ നീതി നടപ്പാക്കുകയാണെങ്കിൽ ഒരു പന്തയം നിശ്ചയിക്കുകയാണ് വേണ്ടത്. ഏവം വിവാദേ സംവൃത്തേ രാജ്ഞാം തത്ര പരസ്പരം ആഹൂതസ്തു സഭാമധ്യേ സുബാഹുർനൃപസത്തമ. ഇങ്ങനെ രാജാക്കന്മാർ തമ്മിൽ വിവാദം. ചില ആളുകൾ പറയും യുധാജിത്ത് പറയുന്നതാണ് ശരി, മറ്റു ചില ആളുകൾ കേരളാധിപതി പറയുന്നതാണ് ശരി, സുദർശനന്റെ ഭാഗമാണ് ശരി, മറ്റേയാളുടെ ഭാഗമാണ് ശരി. ഇങ്ങനെ രാജാക്കന്മാർ തമ്മിൽ ഈ വിവാദം നടന്നുകൊണ്ടിരിക്കെ നൃപോത്തമനായിരിക്കുന്ന നൃപസത്തമനായിരിക്കുന്ന സുബാഹു ആ സഭാമധ്യത്തിലേക്ക് ആഹുതസ്തു സഭാമധ്യേ ആനയിക്കപ്പെട്ടു, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടു. സുബാഹു എന്ന് തീരുമാനിക്കട്ടെ. അതിന് അദ്ദേഹത്തെ വിളിച്ചു. സമാഹൂയ നൃപാ സർവേ തമൂജുസ്തത്വദർശിന രാജനീതിസ്ത്വയാ കാര്യ വിവാഹേത്ര സമാഹിത. തത്വദർശികളായിരിക്കുന്ന രാജാക്കന്മാരൊക്കെ ആ സുബാഹുവിനെ വിളിച്ചു പറഞ്ഞു, എന്താ രാജാവേ, ഈ വിവാഹത്തിൽ അങ്ങ് അംഗീകൃതമായ നീതി നടപ്പിലാക്കണം. രാജനീതി സ്വയാകാര്യ വിവാഹേത്ര സമാഹിത. എന്താണ് അംഗീകൃതമായിട്ടുള്ള രീതി? അത് ശുൽക്കരൂപത്തിലുള്ള സ്വയംവരം നടത്തുക എന്ന് വെച്ചാൽ അവിടെ വീര്യമുള്ള ആള് കന്യകയെ സ്വീകരിക്കട്ടെ എന്ന്. കിം തേ ചികീർഷിതം രാജൻ തദ്വദ്വദസ്വ സമാഹിത. ഇവിടെ രാജാവെ, അങ്ങ് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അത് ആലോചിച്ചു പറയൂ. പുത്രിയാ പ്രദാനം കസ്മൈതേ. മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് രോചത്തെ നൃപചേതസി അങ്ങ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അത് പറയൂ എന്ന് പറയുന്നിടത്താണ് 10ാമത്തെ ശ്ലോകം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. 11ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സുബാഹു ഇതിന് മറുപടി പറയുന്നതും അതേ തുടർന്ന് വ്യാസൻ കഥ തുടരുന്നതുമൊക്കെ നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.